വിശദമായ വാർത്തകൾ നോക്കാം. വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന് 15 പേർക്ക് പരുക്ക്. പാപനാശം തീരത്തെ പാലത്തിന്റെ പകുതി ഭാഗമാണ് ശക്തമായ തിരയിൽ തകർന്നത്. ഒരു കാര്യം ചെയ്തു. വി അരുൺ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഈ അടുത്താണ് വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. വലിയ അഭിമാനത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തൊരു പദ്ധതിയായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ അത് തകർന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല 15ഓളം പേർക്ക് പരിക്കുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എപ്പോഴായിരുന്നു സംഭവം? മാസങ്ങൾക്ക് മുമ്പ് വർക്കലയിൽ ഉദ്ഘാടനം ചെയ്ത ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് തകർന്നത്. ജില്ലയിൽ ആദ്യത്തെ അത്തരത്തിലുള്ളൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് വർക്കലയിലേത്. വിനോദസഞ്ചാര വകുപ്പിന്റെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അല്പസമയം മുമ്പാണ് പൂർണ്ണമായി തകർന്നത്. അനുവദനീയമായതും കൂടുതൽ ആളുകൾ ഒരേ സമയം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറിയതാണ് തകരാൻ കാരണമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആളുകൾ 100-ലധികം ആളുകൾ ഒരേ സമയം ഇതിൽ കയറുകയായിരുന്നു. അത്തരത്തിൽ അങ്ങനെ ആളുകൾ കയറുന്നതിന് നിയന്ത്രണമുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടെന്നറിയില്ല, കൂടുതൽ ആളുകൾ കയറി. അവിടെ നിയന്ത്രിക്കാൻ ആളില്ലായിരുന്ന കാര്യത്തിനെ കുറിച്ച് വ്യക്തത വരേണ്ടതുണ്ട്. 15 പേർക്കാണ് പരിക്ക് പറ്റിയത്. ഇവരെ വർക്കല താലൂക്ക് ആശുപത്രിയിലും വർക്കല SN മിഷൻ ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു. 2 പേരുടെ നില കുറച്ച് മോശമാണ്, ഗുരുതരമാണ്. അവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ശ്രീവിദ്യ എന്നയാളെയും നാദിറ, ഋഷഭ് എന്നിവരെയുമാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ബാക്കിയുള്ളവരുടെ നില ഗുരുതരമല്ല, ബാക്കിയുള്ളവർ കാര്യമായ പരിക്കില്ല. അവർ ഇപ്പോൾ വർക്കലയിലെ 2 ആശുപത്രികളിലായാണ്, സർക്കാർ ആശുപത്രി, ഒരു SN മിഷൻ ആശുപത്രിയിലുമായാണ് ഉള്ളത്. ശരി. വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന് 15 പേർക്ക് പരുക്ക്. പാപനാശം തീരത്തെ പാലത്തിന്റെ പകുതി ഭാഗമാണ് ശക്തമായ തിരയിൽ തകർന്നത്. ഈ അടുത്ത കാലത്ത് ഉദ്ഘാടനം ചെയ്ത ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഇന്നൊരു അപകടം നടന്നു. അതിന്റെ റോപ്പ് പൊട്ടിയിട്ട് 10-25ഓളം പേര് കടലിലോട്ട് പതിച്ചു. വളരെ അതിലത് 6 പേര് ഇപ്പം താലൂക്ക് ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട്. അതിനകത്ത് ഒരാൾ ഇത്തിരി സീരിയസ് ആയിട്ട് ESI ഹോസ്പിറ്റലിൽ വിട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, ഇന്ന് ഉച്ച മുതൽ ഈ വർക്കല കടൽ തീരത്ത് നമ്മുടെ ലൈഫ് ഗാർഡുകൾ പറയുന്നത് അവിടെ അമിതമായ തിര ഉണ്ടായിരുന്നതാണ് ഇന്ന് ഉച്ച മുതൽ. എന്നിട്ട് പോലും ഇവരത് ഓപ്പറേറ്റ് ചെയ്തെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇതായിട്ട് പറയുന്നത്. ഏതാണ്ട് ഒരു പ്രശ്നം ഉണ്ടായത് ഇത്രയും വലിയൊരു അപകടം വന്നത്. എന്തായാലും കാഷ്വാലിറ്റി ഇതുവരെ ഇല്ല, മറ്റ് ജീവഹാനി ആർക്കും സംഭവിച്ചില്ല, അത് ഭാഗ്യം. പക്ഷേ എന്തായാലും ഇത്രയും വലിയൊരു അപകടം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മുടെ ആ ഒരു സിസ്റ്റം പോയത് വളരെ ദയനീയമാണ്. നമുക്കറിയാം, ഇതൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഒരുപാട് പേരെ കയറാനൊക്കെ ആഗ്രഹിച്ച് വന്ന് ഒരുപാട് പേര് കയറുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും അതിൻ്റെ സേഫ്റ്റി ഇത്രയും കുറവാണ് എന്ന് മുനിസിപ്പാലിറ്റിയിൽ നേരത്തെ ഈ ഒരു പ്രശ്നം ഇത് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്റ്റുള്ള തീരുമാനം അനുസരിച്ചാണ് ഇങ്ങനെ വന്നിട്ടുള്ളതെന്നും അതിന് അവരെല്ലാ സേഫ്റ്റി മെഷേഴ്സും എടുത്തിട്ടുണ്ടെന്നാണ് അന്ന് മുനിസിപ്പാലിറ്റിയിൽ കൗൺസിലിൽ ഈ ഒരു വിഷയം അവതരിപ്പിച്ചപ്പം കൗൺസിൽ വന്നത്, ചെയർമാൻ പറഞ്ഞത്. പക്ഷേ എന്തായാലും അന്നേ തന്നെ ഈ ഒരു സംശയം ഉണ്ടായിരുന്നു, ഇതിനകത്ത് ഇത്രയും സേഫ്റ്റി ഉണ്ടോ, അതിങ്ങനെ ഒരു വലിയ സംഭവം നടക്കുമ്പോൾ അതിന് വേണ്ട സേഫ്റ്റി വർക്കല നമ്മുടെ ഇതിനുണ്ടോ എന്നുള്ള അന്നേ ഒരു സംശയം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അത് ഇത്രയും വലിയൊരു അപകടം സംഭവിച്ചു. പക്ഷേ അത് ഭാഗ്യം കൊണ്ട് വളരെ ഒരു ദുരന്തം ഉണ്ടായില്ല എന്ന് തന്നെ പറയാം. കാര്യം നമുക്കറിയാം, ഈ ശോഭിച്ച് കിടക്കുന്ന കടലിൽ ആണ് വർക്കല ഇപ്പോൾ ഈ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്നെന്ന് പറയുന്നു, ഈ ലൈഫ് ഗാർഡുകൾ പറയുന്നതനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ അടിയൊഴുക്കൊക്കെ ഉണ്ടായാൽ നമ്മുടെ ഈ നമ്മുടെ സഹോദരന്മാരെ ഇങ്ങോട്ടാണ് കൊണ്ടുപോകുന്ന, കടലിൽ കൊണ്ടുപോകുന്നത് നമുക്കറിയില്ല. പക്ഷേ അതൊക്കെ ഭാഗ്യം കൊണ്ട് നമുക്ക് പലരും ഇവർ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. പക്ഷേ എന്നാലും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതൽ നമ്മൾ എടുക്കാതെ ഇങ്ങനെയുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകളും മറ്റു കാര്യങ്ങളും സാഹസികമായിട്ടുള്ളതൊക്കെ നടത്തുമ്പോൾ അതിനുള്ള സേഫ്റ്റി ഉണ്ടാവണം. അതാണ് മെയിനായിട്ടുള്ളത്. നമ്മുടെ വർക്കല അറിയാമല്ലോ, വർക്കല ടൂറിസം പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അപ്പോൾ അവിടെ വരും കാലങ്ങളിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ നമ്മുടെ ടൂറിസത്തെ ബാധിക്കും. പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ പാരാഗ്ലൈഡിങ്, ഒരു വർഷം മുമ്പ് പാരാഗ്ലൈഡിങ് നടത്തി വലിയൊരു അപകടത്തിൽ നിന്ന് 2 പേര് രക്ഷപ്പെട്ടതാണ്.
പി വി അരുൺ തുടരുന്നുണ്ട്. അരുൺ, ടൂറിസം രംഗത്ത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വർക്കലയിൽ ആരംഭിച്ചത്. ഇപ്പോൾ ഇത് തകർന്ന സാഹചര്യത്തിൽ ഇതിന്റെ സുരക്ഷ അത് എത്രമാത്രം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്രമാത്രം ഒരു പ്രാധാന്യം ഇതിന് നൽകിയിട്ടുണ്ടായിരുന്നു എന്നൊരു ചോദ്യമൊക്കെ അവശേഷിക്കുകയാണ്. ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം അത് അധികൃതർ തന്നെ നൽകിയേ മതിയാകൂ. അതോടൊപ്പം തന്നെ ഈ 15 പേർക്കോളം പരിക്കുണ്ട്. അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? വലിയ പരുക്കാണോ ഏറ്റത്? ബ്രിഡ്ജിന്റെ സുരക്ഷ എത്രത്തോളം ശക്തമായിരുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ സ്വാഭാവികമായി ഇനി അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഏതായാലും 15 പേർക്കാണ് പരിക്ക്. അതിൽ 2 പേർക്ക് ഗുരുതരമായി പരിക്കുണ്ട്. അവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ നില കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല, ഗുരുതരമായ പരിക്കല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഇത്രയധികം ആളുകൾ എങ്ങനെ കയറി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഓരോ സമയം എത്ര പേർ കയറണം എന്നുള്ളതൊക്കെ കൃത്യമായി നേരത്തെ നിർദ്ദേശിക്കപ്പെട്ടതാണ്. അത് മറികടന്നുകൊണ്ട് 100 കണക്കിന് ആളുകൾ ബ്രിഡ്ജിൽ ഒരേ സമയം കയറിയ കടലിൽ ഉള്ള ബ്രിഡ്ജാണ്. സ്വാഭാവികമായും അതിലെങ്ങനെ ഇത്രയധികം ആൾ ഒരേ സമയം കയറി എന്ന ചോദ്യം പ്രസക്തമാണ്. അവിടെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഇവിടേക്ക് ആളുകളെ കയറ്റിവിടാൻ നിയോഗിക്കപ്പെട്ട ആളുകളൊക്കെ ഈ എങ്ങനെ ഇത്രയധികം ആളുകൾ ഒരുമിച്ച് ഒരേ സമയം കയറാൻ അനുവദിച്ചു എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അവിടെ ഗുരുതരമായ വീഴ്ച വന്നിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. വൈകുന്നേരമായതുകൊണ്ട് തന്നെ നല്ല ആൾത്തിരക്ക് വർക്കല തീരത്ത് പൊതുവിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ബ്രിഡ്ജിൽ കയറാനും നിരവധി ആളുകൾ എത്തിയിരുന്നു. അവരെ ഒരുമിച്ച് കയറ്റിവിട്ടതാണ് ഇത്തരം ഒരു അപകടത്തിന് കാരണം. അത് ആരാണ് അതിന് അനുമതി നൽകിയത് എന്ന കാര്യത്തിലാകും ഇനി സ്വാഭാവികമായും അന്വേഷണം ഉണ്ടാകുക. ഏതായാലും ഈ അപകടം നടന്ന സ്ഥലത്തേക്കും അതുപോലെ തന്നെ വർക്കല ആശുപത്രിയിലേക്ക്, താലൂക്ക് ആശുപത്രിയിലേക്കും ഒക്കെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ എത്തുന്നുണ്ട്. സ്വാഭാവികമായും അന്വേഷണവും വൈകാതെ ആരംഭിക്കും. തീർച്ചയായും വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന 15 പേർക്ക് പരുക്ക്. പാപനാശം തീരത്തെ പാലത്തിന്റെ പകുതി ഭാഗമാണ് ശക്തമായ തിരയിൽ തകർന്നത്. വലിയ പ്രതീക്ഷയോടുകൂടി ടൂറിസം രംഗത്ത് അവതരിപ്പിച്ചൊരു പദ്ധതി കൂടിയായിരുന്നു ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. അവിടെയാണ് ഇപ്പോൾ വലിയ സുരക്ഷാ വീഴ്ച എന്ന് തന്നെ എടുത്തു പറയണം. സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നത് കാരണം 15ഓളം പേർക്കാണ് ഇപ്പോൾ അപകടം പറ്റിയിരിക്കുന്നത്. പരിധിയിൽ കവിഞ്ഞ ആളുകളെ ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറ്റി എന്നാണ് നിലവിൽ അരുൺ നൽകുന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതാണ് അപകടത്തിലേക്ക് നയിച്ചത്. ആരാണ് ഇത്രമാത്രം ആളുകളെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാൻ അനുമതി നൽകിയത്? അവിടെ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ലേ? ഏതുതരം സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായതെന്നുള്ള ചോദ്യങ്ങളൊക്കെ അവശേഷിക്കുകയാണ്. എന്തായാലും ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വി വി അരുണാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.